ഓം ഗം ഗണപതേ നമ. ഓം സം സരസ്വതേ നമ. ഓം ഗും ഗുരുഭ്യോ നമ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഭാഗവതത്തിലെ നരസിംഹ അവതാരമാണ് പറയുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 4ാമത്തെ അവതാരമാണ് നരസിംഹ അവതാരം. കശ്യപ പ്രജാപതിക്ക് ഹിരണ്യാക്ഷൻ എന്നും ഹിരണ്യകശിപു എന്നും 2 മക്കൾ ഉണ്ടായിരുന്നു. അതിലെ ഹിരണ്യാക്ഷനെ മഹാവിഷ്ണു 3ാമത്തെ അവതാരമായ വരാഹരൂപത്തിൽ വധിച്ചു. ഹിരണ്യാക്ഷൻ കൊല്ലപ്പെട്ട വിവരം ഹിരണ്യകശിപു അറിഞ്ഞു. ഹിരണ്യകശിപു കോപം കൊണ്ട് ജ്വലിച്ചു. മഹാവിഷ്ണുവിനോട് എങ്ങനെയും പ്രതികാരം ചെയ്തേ മതിയാകൂ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അതിന് കൂടുതൽ ശക്തി സംഭരിച്ചേ മതിയാകൂ. അതിനുവേണ്ടി ഹിരണ്യകശിപു ഗംഗാതടത്തിലെത്തി ഉഗ്ര തപസ് ആരംഭിച്ചു. ബ്രഹ്മാവിനെ പ്രസാദിപ്പിക്കുന്നതിനുള്ള ഉഗ്രവും തീക്ഷ്ണവുമായ തപസ്. ഹിരണ്യകശിപു കൊട്ടാരത്തിൽ ഇല്ലെന്ന് മനസ്സിലാക്കിയ ദേവന്മാർ അസുരന്മാരെ ആക്രമിച്ചു. അസുരന്മാരുടെ ശക്തിക്ക് മുന്നിൽ ദേവന്മാർ നിഷ്പ്രഭരായി. ദേവേന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ചിട്ടും പ്രയോജനമുണ്ടായില്ല. അവർ യുദ്ധം നിർത്തി പിന്തിരിഞ്ഞോടിയ അവസരത്തിൽ ദേവേന്ദ്രൻ അസുര ചക്രവർത്തിയായ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയായ കയാതുവിനെ ബലമായി പിടിച്ചുകൊണ്ടുപോയി. ദേവേന്ദ്രന്റെ കരവലയത്തിൽ അമർന്ന കയാതു വാവിട്ടു നിലവിളിച്ചു കൊണ്ടിരുന്നു. ദേവലോകത്ത് എത്തിയിട്ടും അവൾ ദീനം ദീനം വിലപിച്ചുകൊണ്ടിരുന്നു. മാനസ സരസിനു സമീപം നിന്നിരുന്ന നാരദ മഹർഷി വിലാപം കേട്ടു. വാസ്തവസ്ഥിതി അറിഞ്ഞ് നാരദൻ ദേവേന്ദ്രനോട് പറഞ്ഞു, അല്ലയോ ദേവേന്ദ്ര, താങ്കൾ കാണിച്ച പ്രവൃത്തി വളരെ നിന്ദ്യമാണ്. അക്രമവും അനീതിയും നിറഞ്ഞ കൊള്ളരുതായ്മയാണ്. ഭർത്താവ് തപോവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന അവസരത്തിൽ കൊട്ടാരത്തിൽ ചെന്ന് ഫലമായി അങ്ങ് അക്രമം പ്രവർത്തിച്ചത് ദേവന്മാർക്ക് കളങ്കമായ കാര്യമാണ്. കയാരു ഗർഭിണിയുമാണ്. ഇപ്പോൾ തന്നെ ആ സാധു സ്ത്രീയെ മോചിപ്പിക്കുകയാണ് വേണ്ടത്. നാരദന്റെ വാക്കുകൾ ദേവേന്ദ്രനിൽ ഭയം ജനിപ്പിച്ചു. മഹർഷിയുടെ കാൽക്കൽ പ്രണമിച്ചുകൊണ്ട് ദേവേന്ദ്രൻ മാപ്പു പറഞ്ഞു. മഹർഷേ, പെട്ടെന്നുണ്ടായ കോപം കൊണ്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു പോയി. മഹാ അപരാധമായി പോയെന്ന് ഞാൻ സമ്മതിക്കുന്നു. അങ്ങ് തന്നെ ഇതിന് ഒരു നിവൃത്തി മാർഗം ഉണ്ടാക്കണം. നാരദ മഹർഷി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കയാതു എൻ്റെ കൂടെ ആശ്രമത്തിലേക്ക് പോരട്ടെ. അവൾ സുഖമായി വിശ്രമിക്കട്ടെ. ഹിരണ്യകശിപു കൊട്ടാരത്തിൽ എത്തുമ്പോൾ കയാതുവിനെ ഏൽപ്പിക്കുകയും ചെയ്യാം. കയാതു മഹർഷിയോടൊപ്പം തപോവനത്തിലെത്തി സുഖമായി കഴിഞ്ഞു. സന്തുഷ്ടനായ നാരദൻ എന്നും സായാഹ്നത്തിൽ അവളുടെ ഉദരത്തിൽ വളരുന്ന ശിശുവിനെ ആത്മതത്വങ്ങളും വേദതത്വങ്ങളും ജ്ഞാനമോക്ഷ തത്വങ്ങളും ഉപദേശിച്ചു നൽകി. എല്ലാം ഹൃദിസ്ഥമാക്കിയ കുഞ്ഞ് തേജസ്വിയായി ഉദരത്തിൽ വസിച്ചു. ഈ സമയം തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഹിരണ്യകശിപുവിൻ്റെ മുന്നിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി. എന്നിട്ട് ഹിരണ്യകശിപുവിനോട് എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അമരത്വം വേണമെന്ന് ആദ്യം പറഞ്ഞു. ഹിരണ്യകശിപു ബ്രഹ്മദേവനോട് അമരത്വം ആണ് ആവശ്യപ്പെട്ടത്. എന്നാൽ അത് തരാൻ തനിക്ക് കഴിയില്ല എന്ന മറുപടിയാണ് ബ്രഹ്മദേവൻ ഹിരണ്യകശിപുവിന് നൽകിയത്. അങ്ങനെയാണെങ്കിൽ എന്നെ മനുഷ്യനോ മൃഗമോ വധിക്കാൻ പാടില്ല. രാത്രിയിലോ പകലോ തന്നെ വധിക്കരുത്. അകത്തു വച്ചോ പുറത്തു വച്ചോ തന്നെ വധിക്കരുത്. ഇതാണ് തൻ്റെ ആവശ്യം. ഇത് കേട്ട ബ്രഹ്മദേവൻ അങ്ങനെയാവട്ടെ എന്ന് ഹിരണ്യകശിപുവിന് വരം കൊടുത്തു. യാഗവും കർമ്മവും തപസ്സും പൂർത്തിയാക്കി ഹിരണ്യകശിപു തിരികെ എത്തി. വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ആളിക്കത്തി. ഹിരണ്യകശിപു എത്തിയ വിവരമറിഞ്ഞ് നാരദൻ കയാതുവുമായി കൊട്ടാരത്തിലെത്തി. നാരദനെ കണ്ട് ഭക്ത്യാദരങ്ങളോടെ കൈകൾ കൂപ്പി ഹിരണ്യകശിപു അദ്ദേഹത്തെ സ്വീകരിച്ചു. കയാതുവിനെ ഹിരണ്യകശിപുവിൻ്റെ പക്കൽ ഏൽപ്പിച്ച് മഹർഷി യാത്രയായി. ദേവേന്ദ്രന്റെ ഹീനമായ പ്രവൃത്തിയിൽ വൈരാഗ്യം തോന്നിയ ഹിരണ്യകശിപു ദേവലോകത്തിലെത്തി. ഇന്ദ്രൻ ഞെട്ടിവിറച്ചു. ദേവന്മാർ യുദ്ധസന്നദ്ധരായി. ഹിരണ്യകശിപുവിനോട് എതിരിട്ട് നിൽക്കാനുള്ള ത്രാണിയൊന്നും ദേവകൾക്ക് ഇല്ലായിരുന്നു. അവർ തിരിഞ്ഞു നോക്കാതെ ഓടി ഒളിച്ചു. കശിപു ദേവന്മാർക്കുമേലെ വിജയം വരിച്ച് തിരികെ എത്തിയപ്പോഴേക്കും കയാതു ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. ആ കുഞ്ഞിനെ ഹിരണ്യകശിപു പ്രഹ്ലാദൻ എന്ന് നാമകരണം നൽകി. നാരദൻ പകർന്ന ആത്മജ്ഞാനം കുട്ടിയിൽ പക്വത വളർത്തി. കൊട്ടാരത്തിലുള്ള എല്ലാവരുടെയും കണ്ണിൽ ഉണ്ണിയായി അവൻ വളർന്നു വന്നു. രാക്ഷസന്മാരെല്ലാം ഹിരണ്യകശിപുവിനെ ചക്രവർത്തിയായി സ്വീകരിച്ചു. അദ്ദേഹത്തിന് അതിശക്തമായ സൈന്യ വ്യൂഹവും ഉണ്ടായിരുന്നു. തൻ്റെ സഹോദരനെ വധിച്ച മഹാവിഷ്ണുവിനോട് ഹിരണ്യകശിപുവിനെ തീർത്താൽ തീരാത്ത പകയുണ്ടായിരുന്നു. അദ്ദേഹം കൊട്ടാരത്തിൽ ഒരു സഭ കൂടി.
ഒരു തീരുമാനമെടുത്തു. ഭൂമിയിൽ ഒരിടത്തും വിഷ്ണുനാമം കേൾക്കുവാൻ പാടുള്ളതല്ല. ഭൂമണ്ഡലത്തിലും ദേവലോകത്തിലും അതീശനായ വ്യക്തി ഞാനാണ്. ഞാൻ പറയുന്നത് എല്ലാവർക്കും വേദവാക്യമായിരിക്കണം. അതുകൊണ്ട് ഭൂവാസികൾ എല്ലാവരും നാരായണ നാമം ഉപേക്ഷിക്കണം. വിഷ്ണുദേവായ നമ എന്നതിനു പകരം ഹിരണ്യായ നമ എന്ന് ഉച്ചരിക്കണം. ഇതിനു വിരുദ്ധമായി പറയുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും തക്കതായ ശിക്ഷ കൊടുക്കുന്നതാണ്. ഹിരണ്യകശിപുവിൻ്റെ വാക്കുകൾ വിളംബരം ചെയ്യപ്പെട്ടു. ഹിരണ്യ ശബ്ദം മാത്രം എല്ലായിടത്തും മുഴങ്ങി. എന്നാൽ വിഷ്ണുവിൽ വിശ്വാസമുള്ള ചിലർ മഹർഷിമാർ വിഷ്ണുദേവായ നമ, നാരായണായ നമ എന്ന് ചൊല്ലി. ഈ വിവരമറിഞ്ഞ് ഹിരണ്യകശിപു മഹർഷിമാരുടെ നാക്ക് അറുത്തുമാറ്റാൻ ആജ്ഞാപിച്ചു. ഹിരണ്യകശിപുവിൻ്റെ ആജ്ഞ നടപ്പാക്കപ്പെട്ടു. സന്യാസിമാർ ബോധരഹിതരായി വീണു. കശിപുവിൻ്റെ ആജ്ഞകൾ ധിക്കരിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷ തന്നെ നൽകി. ജനങ്ങൾ ഭയന്നു ഹിരണ്യായ നമ എന്ന് ചൊല്ലിത്തുടങ്ങി. ഗുരുശാലകളിൽ ഹിരണ്യമന്ത്രങ്ങൾ പഠിപ്പിച്ചു. തൻ്റെ മക്കൾ തന്നെപ്പോലെ ദേവവിരോധികളും ശക്തന്മാരുമായി തീരണമെന്ന് ഹിരണ്യകശിപു ആഗ്രഹിച്ചു. അദ്ദേഹം കൊട്ടാര ഗുരുക്കന്മാരെ വിളിച്ചു പറഞ്ഞു, ഗുരുശ്രേഷ്ഠന്മാരെ, എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ശക്തനും ശ്രേഷ്ഠരും പിതാവിന് ചേരുന്നവരുമായി ഇരുവരും വളരണം. ഇവർ വഴിതെറ്റി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗുരുക്കന്മാർ ചക്രവർത്തിയുടെ ആജ്ഞ ശിരസാ വഹിച്ചു. പ്രഹ്ലാദൻ പഠനകാര്യത്തിൽ അതിനിപുണനായിരുന്നു. എല്ലാം പഠിക്കുന്നതിനും അനുസരിക്കുന്നതിനും മറുപടി പറയുന്നതിനും ഒരു പ്രത്യേകത അവനിൽ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ പ്രഹ്ലാദനോട് ഹിരണ്യകശിപു ചോദിച്ചു, മകനെ, നീ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ്? പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛാ, ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് വിഷ്ണുപദമാകുന്നു. ആദിമധ്യാന്തരഹിതൻ, സർവ്വതിൻ്റെയും കാരണം, എല്ലാത്തിൻ്റെയും വലിയ സ്ഥാനം, എല്ലാത്തിനും അഭയം നൽകുന്നവനും സർവേശ്വരനുമായ മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ വിലയം പ്രാപിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. ഇത് കേട്ട് ഹിരണ്യകശിപുവിൻ്റെ കണ്ണുകൾ കോപം കൊണ്ട് കലങ്ങി മറിഞ്ഞു. അദ്ദേഹം ഗുരുക്കന്മാരെ നോക്കി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പഠിപ്പിച്ചതൊന്നും അല്ലേ ഇവൻ പറയുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് പഠിപ്പിച്ചു കൊടുത്തത്? ഗുരുക്കന്മാർ ഹിരണ്യകശിപുവിനോട് മറുപടി പറഞ്ഞു, തമ്പുരാനെ, ഞങ്ങൾ ഹിരണ്യായ നമ എന്ന് തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. എല്ലാത്തിനും മൂല കാരണവും അടിസ്ഥാന കാരണവും അങ്ങാണെന്നാണ് ഞങ്ങൾ കുമാരനെ പഠിപ്പിച്ചത്. കശിപു ചോദിച്ചു, എന്നിട്ടെന്താണ് ഇവൻ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ പ്രഹ്ലാദൻ വിനീതനായി പറഞ്ഞു, പിതാവേ, ഗുരുക്കന്മാർ അങ്ങയുടെ ആജ്ഞയനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണ്. അവർ ഒരിക്കലും തെറ്റുകാരല്ല. അങ്ങ് പറഞ്ഞതുപോലെയൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ അതെല്ലാം തെറ്റാണെന്ന് ഞാൻ കരുതുന്നു. സർവ്വജീവജാലങ്ങളിലും അധിവസിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് സകല വിദ്യയും പകർന്നു നൽകുന്നത്. ഹിരണ്യകശിപു ഉടനെ ഭടന്മാരെ വിളിച്ചു വരുത്തി മകനെ വധിക്കുവാൻ ഉത്തരവിട്ടു. അവർ പ്രഹ്ലാദനെ കൊണ്ടുപോയി വാളുകൊണ്ട് കൊല്ലുവാനായിരുന്നു ഭടന്മാരുടെ തീരുമാനം. അവർ പ്രഹ്ലാദൻ്റെ മേൽ വാൾ ആഞ്ഞുവീശി. പക്ഷേ വാളുകളുടെ വായ്ത്തലകളെല്ലാം മടങ്ങിപ്പോയി. ഭടന്മാരുടെ ആയുധങ്ങൾക്ക് പ്രഹ്ലാദൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിച്ചില്ല. പേടിച്ചു വിറച്ച ഭടന്മാർ കൊട്ടാരത്തിലെത്തി ചക്രവർത്തിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് കുമാരനെ കൊല്ലുവാൻ കഴിയുന്നില്ല തിരുമനസേ. വാളുകൾ മടങ്ങിയും ഒടിഞ്ഞും പോകുന്നു. അപ്പോൾ കശിപു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനെ സർപ്പങ്ങളെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലുക. ശേഷം പ്രഹ്ലാദനെ ഒരു അറയിൽ അനങ്ങാനാവാത്ത വിധം പൂട്ടിയിട്ടു. അതിനുശേഷം ഹിരണ്യകശിപു നാഗങ്ങളെ ധ്യാനിച്ചു. അങ്ങനെ തക്ഷകനും വാസുകിയും എത്തിച്ചേർന്നു. അവരോട് അദ്ദേഹം പറഞ്ഞു, പ്രഹ്ലാദൻ എന്നെ അനുസരിക്കുന്നില്ല. നിങ്ങൾ അവനെ കടിച്ചു കൊല്ലണം. ഉടനെ അനേകം നാഗങ്ങൾ അവിടെ എത്തിച്ചേർന്നു. ഉഗ്രവിഷധാരികളായ നാഗങ്ങൾ ആ അറയിലെത്തി. എന്നാൽ നാരായണ മന്ത്രം ജപിച്ച് മനസ്സ് മഹാവിഷ്ണുവിൽ ലയിപ്പിച്ച് ശാന്തനായി ഇരുന്ന പ്രഹ്ലാദൻ ഇതൊന്നും അറിഞ്ഞില്ല. അകത്തു കിടന്ന നാഗങ്ങൾ പ്രഹ്ലാദനെ ദംശിച്ചു. എന്നാൽ യോഗനിഷ്ഠയിലായിരുന്ന പ്രഹ്ലാദൻ സർപ്പദംശനം അറിഞ്ഞില്ല. എന്നാൽ പ്രഹ്ലാദനെ ദംശിച്ച സർപ്പങ്ങളുടെ പല്ലുകൾ അടർന്നു വീണു. വിഷത്തിന് ശക്തിയില്ലാതായി. നീലനിറം ആകേണ്ടതിനു പകരം കുമാരൻ രക്തവർണ്ണനായി ശോഭിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ പ്രഹ്ലാദൻ ധ്യാനത്തിൽ നിന്നും ഉണർന്നു. സർപ്പങ്ങൾ തന്നെ കടിച്ചിരിക്കുന്നു. പക്ഷേ വിഷം തനിക്ക് ഏറ്റിട്ടില്ല. പ്രഹ്ലാദൻ വിഷ്ണുവിനെ ധ്യാനിച്ച്
അദ്ദേഹത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. പ്രഹ്ലാദനെ കണ്ടപ്പോൾ കശിപുവിൻ്റെ അടുത്തെത്തി പറഞ്ഞു, തിരുമനസ്സേ, പ്രഹ്ലാദകുമാരൻ മരിച്ചിട്ടില്ല. ശേഷം ഹിരണ്യകശിപു വരുമ്പോൾ അറയിൽ നിന്നും വിഷ്ണു സഹസ്രനാമം കേൾക്കുന്നു. സ്തോത്രം കേട്ട് കോപിച്ച കശിപു അറയുടെ വാതിൽ ചവിട്ടി തുറന്നു. അപ്പോൾ പ്രഹ്ലാദൻ ഒറ്റയ്ക്കിരുന്ന് വിഷ്ണുവിനെ ഭജിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹം ഭടന്മാരെ വിളിച്ചിട്ട് ഒരു വലിയ അഗ്നികുണ്ഡം തീർക്കാൻ ഉത്തരവിട്ടു. ശേഷം പ്രഹ്ലാദന്റെ ശരീരം കെട്ടിവരിഞ്ഞ് ആ അഗ്നികുണ്ഡത്തിനുമേൽ കൊണ്ടുപോയി ഇരുത്തി. പ്രഹ്ലാദൻ അഗ്നികുണ്ഡത്തിന്റെ നടുവിൽ ഇരുന്ന് വിഷ്ണു സ്തോത്രം ചൊല്ലി. അപ്പോഴും അഗ്നി ആളിക്കത്തുന്നുണ്ടായിരുന്നു. എന്നാൽ പ്രഹ്ലാദനെ ഒന്നും ചെയ്യാൻ അഗ്നിക്കും കഴിഞ്ഞില്ല. പ്രഹ്ലാദനെ കാളകൂടവേഷം കൊടുത്ത് കൊല്ലുവാനും പർവ്വതത്തിന്റെ ശൃംഗങ്ങളിൽ നിന്ന് താഴെ എറിഞ്ഞ് കൊല്ലുവാനും ഹിരണ്യകശിപുവിൻ്റെ ഭടന്മാർ ശ്രമിച്ചു. എന്നാൽ പ്രഹ്ലാദനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിച്ചില്ല. കൃത്യ എന്ന ഉഗ്രമൂർത്തിയെ കൊണ്ട് പ്രഹ്ലാദനെ വധിക്കുവാൻ ഉള്ള ശ്രമവും വിജയിച്ചില്ല. ശേഷം പ്രഹ്ലാദനെ വധിക്കാൻ ശംബരൻ എന്ന ഉഗ്രനായ അസുരനെ വിഷ്ണുവിൻ്റെ ചക്രായുധം കൊന്നുകളഞ്ഞു. ശേഷം ഹിരണ്യകശിപു പ്രഹ്ലാദനെ ബന്ധിച്ച് സമുദ്രത്തിൽ എറിഞ്ഞു. അവിടെ നിന്നും പ്രഹ്ലാദൻ ഗരുഡന്റെ സഹായത്താൽ വീണ്ടും തിരിച്ചു കൊട്ടാരത്തിൽ വന്നപാടെ കുമാരൻ അച്ഛനെ വന്ദിച്ചു. ഹിരണ്യകശിപു കോപം കൊണ്ട് അലറി, ദൈത്യ വംശത്തിന് കളങ്കമായിട്ടുള്ള കീടമേ, സ്വന്തം പിതാവിൻ്റെ ശത്രുവിനെയാണോ നീ ആരാധിക്കുന്നത്? അതുകൊണ്ട് ഇനി മുതൽ നീ എൻ്റെ ശത്രുവാണ്, എൻ്റെ ഏറ്റവും വലിയ ശത്രു. ആയതിനാൽ നിന്റെ അന്ത്യം എൻ്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും. പിതാവിനെ വീണ്ടും വന്ദിച്ചുകൊണ്ട് പ്രഹ്ലാദൻ പറഞ്ഞു, പിതാവേ, കോപത്തെ ശമിപ്പിച്ചാലും ക്രൗര്യം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. വിഷ്ണുവിനെ ആരാധിച്ചാൽ അങ്ങയ്ക്ക് ഇനിയും രക്ഷപ്പെടാം. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കുന്നവനല്ല ഭഗവാൻ മഹാവിഷ്ണു. അച്ഛനെ ഇനിയും വീണ്ടും വിചാരത്തിന് സമയമുണ്ട്. ഹിരണ്യകശിപു കോപിച്ചുകൊണ്ട് ചോദിച്ചു, ധിക്കാരി, നീ എന്നെ ഉപദേശിക്കാറായോ? എൻ്റെ ഭവനത്തിൽ ഇരുന്നാണ് നീ വിഷ്ണു മാഹാത്മ്യം വിളമ്പുന്നത്. എവിടെ ഇരിക്കുന്നു നിന്റെ വിഷ്ണു? പ്രഹ്ലാദൻ വളരെ ശാന്തനായി പറഞ്ഞു, പിതാവേ, എൻ്റെ വിഷ്ണു ഈ ഗഗനം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. പുല്ലിലും തൂണിലും തുരുമ്പിലും എല്ലാം വിഷ്ണു ഉണ്ട്. ഈ നിലത്തും ഈ എൻ്റെ മനസ്സിലും അങ്ങയുടെ മനസ്സിലും എല്ലാം വിഷ്ണു ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹിരണ്യകശിപു ചോദിച്ചു, നിന്റെ അഹങ്കാരം അധികമാകുന്നു. നിന്റെ വിഷ്ണു സർവ്വവ്യാപിയാണോ? അവൻ ഈ നിൽക്കുന്ന തൂണിലും ഉണ്ടോ? പ്രഹ്ലാദൻ പറഞ്ഞു, ഉണ്ട് പിതാവേ, തൂണിലും തുരുമ്പിലും വസിക്കുന്നു. സർവ്വവ്യാപിയാണ് മഹാവിഷ്ണു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വാസുദേവൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹിരണ്യകശിപു ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ തൂണിൽ നിന്റെ വിഷ്ണു ഉണ്ടാകുമോ? കൊള്ളാമല്ലോ, നിന്റെ പത്മനാഭൻ ഈ തൂണിൽ നിന്ന് വന്ന് നിന്നെ രക്ഷിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഇത്തരത്തിൽ അലറിക്കൊണ്ട് ഹിരണ്യകശിപു തൻ്റെ സമീപത്തു നിന്ന തൂണിന്മേൽ ഗദ കൊണ്ട് ആഞ്ഞടിച്ചു. പെട്ടെന്ന് 8 ദിക്കും മുഴങ്ങുമാറ് ഗർജിച്ചുകൊണ്ട് രക്തം തുടിക്കുന്ന നാക്കും നീട്ടി പകുതി മനുഷ്യനും പകുതി സിംഹവുമായി നരസിംഹമൂർത്തി ആ തൂണ് പിളർന്ന് പുറത്തു ചാടി. സർവസംഹാരിയായ രൂപം, തീ വമിക്കുന്ന കണ്ണുകൾ, വളഞ്ഞ പുരികക്കൊടികൾ, ചന്ദ്രകല പോലെ ഇരുവശത്തേക്കും വളഞ്ഞു നിൽക്കുന്ന ദംഷ്ട്രകൾ. ഹിരണ്യകശിപു പണ്ട് ബ്രഹ്മദേവനോട് നേടിയ വരമനുസരിച്ച് മനുഷ്യനോ മൃഗത്തിനോ കശിപുവിനെ വധിക്കുവാൻ കഴിയില്ല. ആയതിനാൽ ദുഷ്ടനായ ഹിരണ്യകശിപുവിനെ വധിക്കുന്നതിനായി മൃഗവും മനുഷ്യനും അല്ലാത്ത നരസിംഹമൂർത്തി രാവും പകലുമല്ലാത്ത സന്ധ്യാസമയത്തു തന്നെ അവതരിച്ചിരിക്കുകയാണ്. ശേഷം ഹിരണ്യകശിപു നരസിംഹവുമായി വലിയ യുദ്ധം നടന്നു. ആ ദ്വന്ദ്വയുദ്ധത്തിൻ്റെ അവസാനം ക്ഷീണിച്ച അവശനായ ഹിരണ്യകശിപുവിനെ നരസിംഹം മടിയിൽ കിടത്തി കൈനഖങ്ങൾ കൊണ്ട് മാറിടം പിളർന്ന് ഹിരണ്യകശിപുവിനെ വധിച്ചു. നരസിംഹമൂർത്തിയെ ബ്രഹ്മാവ്, ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ ശാന്തനാക്കുവാൻ ശ്രമിച്ചു. പക്ഷേ മൂർത്തിയുടെ അട്ടഹാസവും ക്രൗര്യവും കൂടുതൽ വർദ്ധിച്ചതേ ഉള്ളൂ. അവസാനം ബ്രഹ്മദേവൻ പ്രഹ്ലാദനോട് പറഞ്ഞു, പ്രഹ്ലാദ, കോപിഷ്ഠനായിരിക്കുന്ന നരസിംഹമൂർത്തിയെ സമാധാനപ്പെടുത്തുവാൻ കുമാരന് മാത്രമേ സാധിക്കൂ. ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോപം ഈ ലോകം വെന്തു വെണ്ണീറാക്കും. അതുകൊണ്ട് ഉത്തമ ഭക്തനായ നീ തന്നെ അദ്ദേഹത്തെ ശാന്തനാക്കണം. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയുടെ മുന്നിൽ ചെന്ന്
അദ്ദേഹത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. തൻ്റെ പ്രിയഭക്തനായ പ്രഹ്ലാദൻ്റെ സ്തുതി കേട്ട് നരസിംഹമൂർത്തി ശാന്തനായി. അദ്ദേഹം പ്രഹ്ലാദനെ മടിയിലിരുത്തി ലാളിച്ചുകൊണ്ട് ചോദിച്ചു, കുമാര, നിസ്വാർത്ഥനായ കുഞ്ഞു ഭക്തനാണ് നീ. നിനക്ക് എന്തു വരമാണ് വേണ്ടത്? അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, ഭക്തി ഒഴികെ മറ്റൊന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, എൻ്റെ പിതാവിന് മാപ്പ് കൊടുത്ത് സൽഗതിയെ പ്രാപിക്കുന്നതിന് കഴിവുണ്ടാകണം. വിഷ്ണു പറഞ്ഞു, കുമാര, നീ മൂലം നിന്റെ പിതാവ് മാത്രമല്ല, നിന്റെ വംശത്തിലുള്ള എല്ലാ പിതൃക്കളും സൽഗതിയെ പ്രാപിക്കും. കൂടാതെ ഈ മന്വന്തരം മുഴുവൻ അസുര ചക്രവർത്തിയായി ധർമാധർമ്മകാമങ്ങളെ സാധിച്ച് അവസാനം എന്നിൽ വിലയം പ്രാപിക്കുക. അനന്തരം പ്രഹ്ലാദൻ പിതാവിൻ്റെ സംസ്കാര കർമ്മങ്ങൾ ചെയ്ത ശേഷം അസുര ചക്രവർത്തിയായി അഭിഷേകം ചെയ്യപ്പെട്ടു. മഹാവിഷ്ണുവിൻ്റെ നരസിംഹ അവതാര കഥ ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.